പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെക്ഷൻ സിയിലേക്ക് സ്വാഗതം. 26ാമത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് എക്സാമ്പിൾ. ആശയവിനിമയത്തിൻ്റെ ധർമ്മങ്ങൾ ഒരു യഥാർത്ഥ ജീവിത ഉദാഹരണ സഹിതം വിശദീകരിക്കുക. ഇതിൻ്റെ ആൻസർ ഇംഗ്ലീഷും മലയാളവും കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാവും. അപ്പോൾ ഇംഗ്ലീഷ് വായിക്കുന്നില്ല, അതിൻ്റെ മലയാളം ആൻസർ വായിക്കാം. ആശയവിനിമയത്തിൻ്റെ പ്രധാന ധർമ്മം വിവരങ്ങൾ, ചിന്തകൾ, വികാരങ്ങൾ എന്നിവ പങ്കുവയ്ക്കുന്നതിലൂടെ മനസ്സിലാക്കൽ, ബന്ധങ്ങൾ കെട്ടിപ്പടുക്കൽ, പെരുമാറ്റത്തെ സ്വാധീനിക്കൽ എന്നിവയാണ്. ഒരു ഡോക്ടർ ഒരു രോഗിക്ക് രോഗനിർണയം വിശദീകരിച്ച് വിവരം നൽകുന്നതിനും വൈകാരിക പിന്തുണ നൽകുന്നതിനും ചികിത്സ പിന്തുടരാൻ അവരെ പ്രേരിപ്പിക്കുന്നതിനും അങ്ങനെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു പൊതുലക്ഷ്യം കൈവരിക്കുന്നതിനും ഉദാഹരണമായി ഇത് ഉദാഹരിക്കുന്നു. ഉദാഹരണമായിട്ട് ഡോക്ടർ രോഗിയുടെ ഇടപെടൽ കൊടുത്തിട്ടുണ്ട്. അത് ആൻസറിൽ നിന്ന് കൂടുതൽ നോക്കി മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. എനുമറേറ്റ് ദ റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിൽ ഭാഷയുടെ പങ്ക് എണ്ണിപ്പറയുക. ഭാഷയുടെ പ്രാധാന്യം. ഫലപ്രദമായ ആശയവിനിമയം പര്യവേക്ഷണം ചെയ്യുക. ആശയവിനിമയത്തിനുള്ള പ്രാഥമിക ഉപകരണമായി ഭാഷ പ്രവർത്തിക്കുന്നു. വ്യക്തികൾക്ക് ചിന്തകൾ, ആശയങ്ങൾ, വികാരങ്ങൾ, വിവരങ്ങൾ എന്നിവ പങ്കിടാൻ ഇത് അനുവദിക്കുന്നു. ഇത് സാമൂഹിക ഇടപെടൽ സുഗമമാക്കുന്നു. സംസ്കാരത്തിൻ്റെയും സ്വത്വത്തിൻ്റെയും ആവിഷ്കാരത്തെ പ്രാപ്തമാക്കുന്നു. യുക്തി പോലുള്ള വൈജ്ഞാനിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നു. കൂടാതെ തലമുറകളിലൂടെ പഠനം, പ്രശ്നപരിഹാരം, അറിവ് കൈമാറ്റം എന്നിവയ്ക്ക് നിർണായക മാധ്യമമായി വർത്തിക്കുന്നു. സങ്കീർണമായ ആശയങ്ങൾ അറിയിക്കുന്നതിനും മനുഷ്യബന്ധവും സാമൂഹിക വികസനവും വളർത്തുന്നതിനും ഭാഷ ഒരു ഘടനാപരമായ ചിഹ്ന സംവിധാനം നൽകുന്നു. അടുത്ത 28ാമത്തെ ചോദ്യം. ഓഡിയൻസ് റിസർച്ച് ഹാസ് മെനി ബെനിഫിറ്റ്സ്. എക്സ്പ്ലെയിൻ. പ്രേക്ഷക ഗവേഷണത്തിന് നിരവധി പ്രയോജനങ്ങളുണ്ട്, വിശദീകരിക്കുക. ആൻസർ. ഉപഭോക്തൃ ധാരണ വർദ്ധിപ്പിക്കുന്നതിലൂടെയും അനുയോജ്യമായതും ചെലവ് കുറഞ്ഞതുമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പ്രാപ്തമാക്കുന്നതിലൂടെയും പരിവർത്തന നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെയും മത്സര നേട്ടം വളർത്തുന്നതിലൂടെയും ഉൽപ്പന്ന വികസനവും നവീകരണവും അറിയിക്കുന്നതിലൂടെയും പ്രേക്ഷക ഗവേഷണം ഗണ്യമായ നേട്ടങ്ങൾ നൽകുന്നു. ഈ പ്രക്രിയ ബിസിനസ്സുകൾക്ക് അവരുടെ ലക്ഷ്യപ്രേക്ഷകരുടെ ആവശ്യങ്ങൾ, മുൻഗണനകൾ, പെരുമാറ്റങ്ങൾ എന്നിവ തിരിച്ചറിയാൻ അനുവദിക്കുന്നു. ഇത് കൂടുതൽ പ്രസക്തമായ ഉള്ളടക്കം, ഫലപ്രദമായ ക്യാമ്പയിനുകൾ, ശക്തമായ ഉപഭോക്തൃ ബന്ധങ്ങൾ എന്നിവയിലേക്ക് നയിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷൻസിൻ്റെ വിവിധ തരം വിശദീകരിക്കുക. ആൻസർ. മാധ്യമപ്രവർത്തകരിലും മാധ്യമ സ്ഥാപനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മാധ്യമ ബന്ധങ്ങൾ, കമ്പനിയുടെ മൊത്തത്തിലുള്ള പ്രതിച്ഛായ കൈകാര്യം ചെയ്യുന്ന കോർപ്പറേറ്റ് ആശയവിനിമയങ്ങൾ, നാശനഷ്ടകരമായ സംഭവങ്ങളോട് പ്രതികരിക്കുന്ന പ്രതിസന്ധി ആശയവിനിമയങ്ങൾ, ആന്തരിക ആശയവിനിമയങ്ങൾ, ജീവനക്കാരെ ഇടപഴകൽ, നിക്ഷേപക ബന്ധങ്ങൾ, ഓഹരി ഉടമകളുമായി ആശയവിനിമയം നടത്തൽ, കമ്മ്യൂണിറ്റി ബന്ധങ്ങൾ, പ്രാദേശിക പൊതുജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കൽ, നയത്തെ സ്വാധീനിക്കുന്ന പൊതുകാര്യങ്ങൾ, സർക്കാർ ബന്ധങ്ങൾ എന്നിവ പബ്ലിക് റിലേഷൻസിൽ ഉൾപ്പെടുന്നു. കൂടാതെ സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നു. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് ഉൽപ്പന്ന പ്രമോഷനെ പിന്തുണയ്ക്കുന്നു. ഇനി 30ാമത്തെ ചോദ്യം. ഡിസ്കസ് ദ വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് ഗവർണേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ. പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നവ ചർച്ച ചെയ്യുക. ആൻസർ. കുടുംബം, വിദ്യാഭ്യാസം, സമപ്രായക്കാർ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണ ഏജൻറ്റുകൾ. വിഷയങ്ങൾ രൂപപ്പെടുത്തുന്നതിലും വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും മാധ്യമങ്ങളുടെ പങ്ക്, വരുമാനം, വിദ്യാഭ്യാസം തുടങ്ങിയ സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ. വ്യക്തിത്വം, പ്രത്യയശാസ്ത്രം തുടങ്ങിയ വ്യക്തിഗത സവിശേഷതകൾ. ഉന്നതരുടെ താൽപ്പര്യ ഗ്രൂപ്പുകളുടെ പ്രചാരണത്തിൻ്റെ ബോധപൂർവമായ സ്വാധീനം എന്നിവയുൾപ്പെടെ സങ്കീർണമായ ഘടകങ്ങളുടെ ഇടപെടലിലൂടെയാണ് പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നത്. അഭിപ്രായങ്ങൾ രൂപപ്പെടുകയും പ്രചരിക്കപ്പെടുകയും ഒടുവിൽ സാമൂഹിക സർക്കാർ ഫലങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്ന
ഒരു ചലനാത്മകവും ചിലപ്പോൾ വിവാദപരവുമായ ഭൂപ്രകൃതി രൂപപ്പെടുത്തുന്നതിന് ഈ ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അടുത്ത 31ാമത്തെ ചോദ്യം. എലബറേറ്റ്സ് ദ കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ഓഫ് ഹെറോൾഡ് ലാസ്വെൽ ആൻഡ് ഷാനോൺ ആൻഡ് വീവർ. ഹെറോൾഡ് ലാസ്വെല്ലിൻ്റെയും ഷാനോൺ ആൻഡ് വീവറിൻ്റെയും ആശയവിനിമയ മാതൃകകൾ വിശദീകരിക്കുക. ആൻസർ. ആശയവിനിമയ മാതൃകകൾ അവ എന്തൊക്കെയാണ്, എങ്ങനെ പ്രവർത്തിക്കുന്നു? ഹെറോൾഡ് ലാസ്വെല്ലിൻ്റെ മാതൃക ലളിതവും ഏകപക്ഷീയവുമായ ചോദ്യാധിഷ്ഠിതവുമായ ഒരു ചട്ടക്കൂടാണ്. ആശയവിനിമയത്തിൻ്റെ ആരെന്ത് പറയുന്നു, ഏത് മാധ്യമത്തിലൂടെ, ആർക്ക്, എന്ത് ഫലത്തോടെ എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. ഇതിന് വിപരീതമായി ഷാനണിൻ്റെയും വീവറിൻ്റെയും മാതൃക എഞ്ചിനീയറിംഗിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു സാങ്കേതിക രേഖീയ ഗണിതശാസ്ത്ര ചട്ടക്കൂടാണ്. ശബ്ദം അല്ലെങ്കിൽ ഇടപെടൽ എന്ന നിർണായക ആശയം അവതരിപ്പിച്ചുകൊണ്ട് ഒരു ഉറവിടത്തിൽ നിന്ന് ഒരു ചാനലിലൂടെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് വിവരങ്ങൾ കൈമാറുന്നതായി ആശയവിനിമയത്തെ സങ്കല്പിക്കുന്നു. 32ാമത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ ദ കീ ഫീച്ചേഴ്സ് ഓഫ് ഇൻഫർമേഷൻ സൊസൈറ്റി. വിവര സമൂഹത്തിൻ്റെ പ്രധാന സവിശേഷതകൾ വിശദീകരിക്കുക. ആൻസർ. വിവരങ്ങളുടെ സൃഷ്ടി, വിതരണം, ഉപയോഗം, സംയോജനം, കൃത്രിമത്വം എന്നിവ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സമൂഹമാണ് ഒരു വിവര സമൂഹം. വസ്തുക്കളുടെ ഉൽപാദനത്താൽ സമ്പദ് വ്യവസ്ഥ നയിക്കപ്പെടുന്ന വ്യാവസായിക യുഗത്തിൽ നിന്ന് അറിവിലും വിവരങ്ങളിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള ഒരു അഗാധമായ മാറ്റത്തെ അതിൻ്റെ പ്രധാന സവിശേഷതകൾ അടയാളപ്പെടുത്തുന്നു. 33ാമത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ ദ മീഡിയ ഓഡിയൻസ് തിയറി. മീഡിയ ഓഡിയൻസ് തിയറി വിശദീകരിക്കുക. ആൻസർ. മാധ്യമ പ്രേക്ഷക സിദ്ധാന്തം ആളുകൾ മാധ്യമങ്ങളെ എങ്ങനെ നേരിടുന്നു, ഉപയോഗിക്കുന്നു, സ്വാധീനിക്കുന്നു എന്നിവ പര്യവേക്ഷണം ചെയ്യുന്നു. പ്രേക്ഷകർ ഒരു നിഷ്ക്രിയ സ്വീകർത്താവല്ലെന്നും സ്വന്തം അനുഭവങ്ങൾ, വിശ്വാസങ്ങൾ, സാമൂഹിക സന്ദർഭം എന്നിവയെ അടിസ്ഥാനമാക്കി സന്ദേശങ്ങളെ സജീവമായി വ്യാഖ്യാനിക്കുന്നുവെന്നും തിരിച്ചറിയുന്നു. പ്രധാന മോഡലുകളിൽ പ്രേക്ഷകരെ എളുപ്പത്തിൽ സ്വാധീനിക്കപ്പെടുന്നവരായി കാണുന്ന ഹെപ്പോഡെർമിക് മോഡൽ, പ്രേക്ഷകരുടെ ആവശ്യങ്ങളും സജീവമായ തിരഞ്ഞെടുപ്പുകളും ഊന്നിപ്പറയുന്ന ഉപയോഗങ്ങളും സംതൃപ്തി സിദ്ധാന്തവും വ്യത്യസ്ത പ്രേക്ഷകർ മാധ്യമവാചകങ്ങളിൽ നിന്ന് എങ്ങനെ അർത്ഥം ചർച്ച ചെയ്യുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്വീകരണ വിശകലനം എന്നിവ ഉൾപ്പെടുന്നു. അടുത്ത 34ാമത്തെ ചോദ്യം. ഡിഫറൻഷിയേറ്റ് സെലക്റ്റീവ് എക്സ്പോഷർ ആൻഡ് സെലക്റ്റീവ് പെർസെപ്ഷൻ. സെലക്റ്റീവ് എക്സ്പോഷറും സെലക്റ്റീവ് പെർസെപ്ഷനും തമ്മിൽ വേർതിരിക്കുക. ആൻസർ. സെലക്റ്റീവ് എക്സ്പോഷർ എന്നത് ഒരാളുടെ നിലവിലുള്ള വിശ്വാസങ്ങളുമായി പൊരുത്തപ്പെടുന്ന വിവരങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള സജീവമായ തിരഞ്ഞെടുപ്പാണ്. അതേസമയം സെലക്റ്റീവ് പെർസെപ്ഷൻ എന്നത് പരസ്പര വിരുദ്ധമായ തെളിവുകൾ നേരിടുമ്പോൾ പോലും ആ വിശ്വാസങ്ങളെ സ്ഥിരീകരിക്കുന്ന രീതിയിൽ വിവരങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനുമുള്ള വൈജ്ഞാനിക പ്രക്രിയയാണ്. സാരാംശത്തിൽ എക്സ്പോഷർ എന്നത് വിവരങ്ങൾ അന്വേഷിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ചാണ്. അതേസമയം പെർസെപ്ഷൻ എന്നത് ആ വിവരങ്ങൾ എങ്ങനെ മനസ്സിലാക്കുകയും സംയോജിപ്പിക്കുകയും ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ്. 35ാമത്തെ ചോദ്യം. വാട്ട് ആർ ദ വേയ്സ് ടു ഓവർകം കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. ആശയവിനിമയ തടസ്സങ്ങൾ മറികടക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്? ആൻസർ. ആശയവിനിമയ തടസ്സങ്ങളെ ഫലപ്രദമായി മറികടക്കാൻ വ്യക്തത, സജീവമായ ശ്രവണം, സഹാനുഭൂതി, ശരിയായ ആശയവിനിമയ ചാനലും സമയക്രമവും തിരഞ്ഞെടുക്കൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കൂടാതെ നിങ്ങളുടെ ശരീരഭാഷയും സാംസ്കാരിക വ്യത്യാസങ്ങളും ശ്രദ്ധിക്കുക. ഫീഡ്ബാക്ക് എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക. പിന്നെ വ്യക്തതയും സംക്ഷിപ്തയും ക്ലാരിറ്റിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ കൂടുതൽ വിശദീകരണമുണ്ട്. അത് ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് ആ ആൻസർ കീയിൽ പോയി നോക്കാവുന്നതാണ്. 36ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ
intercultural communication and mention its relevance. സാംസ്കാരിക ആശയവിനിമയം എന്നാൽ എന്ത്? അതിൻ്റെ പ്രസക്തി വ്യക്തമാക്കുക. ആൻസർ: സാംസ്കാരിക ആശയവിനിമയത്തിൻ്റെ പ്രാധാന്യം വ്യത്യസ്ത സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകൾക്കിടയിൽ നടക്കുന്ന ആശയവിനിമയ പ്രക്രിയയാണ് സാംസ്കാരിക ആശയവിനിമയം. വാക്കാലുള്ളതും അല്ലാത്തതുമായ കൈമാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നു. കൂടാതെ ആഗോളവൽക്കരിക്കപ്പെട്ട ലോകത്ത് ധാരണ വളർത്തുന്നതിനും തെറ്റിദ്ധാരണ കുറയ്ക്കുന്നതിനും സഹിഷ്ണുത പ്രോത്സാഹിപ്പിക്കുന്നതിനും ഫലപ്രദമായ സഹകരണം സാധ്യമാക്കുന്നതിനും ഇത് നിർണായകമാണ്. വർദ്ധിച്ചു വരുന്ന കുടിയേറ്റം, ആഗോള ബിസിനസ്, ടൂറിസം, ആഗോള മാധ്യമങ്ങളുടെ വികസനം എന്നിവ കാരണം ഇതിൻ്റെ പ്രസക്തി ഗണ്യമായി വർദ്ധിച്ചു. ഇത് വ്യക്തികൾക്കും സംഘടനകൾക്കും വൈവിധ്യമാർന്ന സാമൂഹികവും പ്രൊഫഷണൽത്തുമായ സന്ദർഭങ്ങളിൽ വിജയകരമായി സഞ്ചരിക്കുന്നതിനുള്ള ഒരു സുപ്രധാന കഴിവാക്കി മാറ്റുന്നു. സെക്ഷൻ സിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 37. ഡിസ്കസ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രിൻ്റ് മീഡിയ. പ്രിൻ്റ് മീഡിയയുടെ ഗുണങ്ങളും ദോഷങ്ങളും ചർച്ച ചെയ്യുക. പ്രിൻ്റ് മീഡിയയുടെ ഗുണങ്ങളും ദോഷങ്ങളും. പ്രിൻ്റ് മീഡിയയ്ക്ക് മൂർത്തമായ അനുഭവം, ഉയർന്ന വായനക്കാരുടെ ഇടപെടലും വിശ്വാസവും, പ്രാദേശിക പ്രേക്ഷകരെ ലക്ഷ്യം വയ്ക്കാനുള്ള കഴിവ്, പരസ്യങ്ങൾക്ക് ദീർഘമായ ഷെൽഫ് ലൈഫ്, ROI വർദ്ധിപ്പിക്കാനുള്ള സാധ്യത എന്നിവ പോലുള്ള ഗുണങ്ങളുണ്ട്. പ്രിൻ്റ് മീഡിയയ്ക്ക് പ്രിൻറ്റിങ്ങിനും വിതരണത്തിനുമുള്ള ഉയർന്ന ചെലവുകൾ ഡിജിറ്റൽ മീഡിയയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉടനടി അപ്ഡേറ്റുകളുടെ അഭാവം, വിഘടിച്ചതോ പ്രത്യേകമായതോ ആയ പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട്, പേപ്പർ ഉപയോഗത്തിൻ്റെ പാരിസ്ഥിതിക ആഘാതം എന്നിവ പോരായ്മകളിൽ ഉൾപ്പെടുന്നു. പിന്നെ പ്രിൻ്റ് മീഡിയയുടെ ദോഷങ്ങളും ഗുണങ്ങളും പിന്നെ ശേഷം പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി കമൻറ്റ് ബോക്സിലുള്ള ആൻസർ കീ സെർച്ച് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.